അടുത്തറിയാവുന്നവരാണെങ്കിലും എനിക്ക് കുഴപ്പമില്ല. പക്ഷെ പെട്ടെന്ന് ഒരാളെ കാണുമ്പോഴോ അല്ലെങ്കിൽ 2 ദിവസത്തെ ഒരു പരിചയത്തിൽ എനിക്ക് പറ്റില്ല. നമുക്ക് വിശക്കുമ്പോൾ കഴിക്കുന്നത് ഭക്ഷണമാണ്, അല്ലാതെ കെട്ടിപ്പിടിച്ചാൽ നമ്മുടെ വിശപ്പ് മാറില്ല. അതുകൊണ്ടായിരിക്കും ജിൻഡോയ്ക്ക് വലിയ താല്പര്യമൊന്നുമില്ല അതിന്. ഞാനൊരു കാര്യം പറയാലോ, പണി ഇരന്ന് വാങ്ങുന്ന കണ്ടസ്റ്റന്റ് ആണ് ജാസ്മിൻ. നിങ്ങൾ ആരും പ്രതീക്ഷിക്കേണ്ട ഇവര് വിക്ടിം കാർഡ് കളിച്ച് സീസണിൽ അങ്ങ് മറ്റേ മല മറിക്കാൻ പോകുന്നു, നടക്കത്തില്ല. കാരണം ഞാൻ പുറത്ത് കമ്മിറ്റഡ് ആണെങ്കിലും അല്ലെങ്കിലും ഞാൻ കമ്മിറ്റഡ് ആവണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഞാൻ ആവും എന്നുള്ള രീതിയാണ് ജാസ്മിൻ പറയുന്നത്. ഈ പറയുന്ന അഫ്സലിനെ നിർബന്ധിച്ച് വീട്ടിൽ അതായത് കല്യാണം ആലോചിക്കാൻ വേണ്ടിയിട്ട് കിടന്ന് നിർബന്ധിച്ച് മണിക്കൂറോളം അടിയും വഴക്കും ഉണ്ടാക്കിയത്. സോ അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾ എല്ലാവരും കണ്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്നത്തെ എപ്പിസോഡിനകത്തൊരു ഭയങ്കര കോമഡി ഉണ്ടായിരുന്നു. നോറ എടുത്ത് ജയിലിൽ കിടന്നിട്ട് ജാസ്മിൻ ഇന്ന് സംസാരിച്ചൊരു കാര്യമാണ് ഏറ്റവും കൂടുതൽ അത് ഹൈലൈറ്റ് ചെയ്ത് സംസാരിക്കേണ്ട ഒരു കാര്യമാണ്. ജാസ്മിൻ എന്നൊരു ഡയലോഗ് അതിനകത്തിരുന്ന് അടിച്ചിട്ടുണ്ട്. പുറത്തെ റിലേഷൻഷിപ്പിനെ പറ്റിയിട്ടും കാര്യങ്ങളും എല്ലാം നോറ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നീ ഇവിടെ ഈ കാണിക്കുന്ന പ്രവൃത്തി ശരിയുള്ള രീതിയാണോ എന്നുള്ള രീതിയിലാണ് ചോദിച്ചത്. കാര്യം നിങ്ങൾ തമ്മിൽ പെരുമാറുന്ന കണ്ടു കഴിഞ്ഞാലും എടുത്താലും നിങ്ങൾ രണ്ടുപേരും റിലേഷൻഷിപ്പിലാണെന്നുള്ള രീതിയിലാണ് നോറ ഇൻഡയറക്ട്ലി കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചത്. അപ്പം ജാസ്മിൻ അതിനകത്ത് കൊടുക്കുന്ന കുറച്ച് മറുപടി ഉണ്ട്. ഇതിപ്പോൾ 2024 ഇതിപ്പം എല്ലാവരും ഇങ്ങനെയുള്ള ചിന്തയൊക്കെയാണോ വരുന്നത്? ഈ കാര്യം എല്ലാവരും ഇപ്പം അടുത്ത് കെട്ടിപ്പിടിച്ചും ഉമ്മ വെച്ചൊക്കെ അല്ലേ ഇരിക്കുന്നത്. ചില സമയത്ത് കടിക്കുകയൊക്കെ ചെയ്യുമായിരിക്കും, അതായിരിക്കും ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ ഒരു സമയത്ത് നോറ റിലേഷൻഷിപ്പിന്റെ കാര്യങ്ങളും ഇപ്പൊ ഈ സംസാരിക്കുന്നതെല്ലാം നിങ്ങളുടെയൊക്കെ കണ്ണിൽ ജാസ്മിൻ ചിലപ്പം ഭയങ്കരമായിട്ട് ഗെയിം കളിക്കുന്നുണ്ടായിരിക്കും, ഭയങ്കര സംഭവമായിട്ടൊക്കെ തോന്നുന്നുണ്ടായിരിക്കും. പക്ഷെ അത് ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും അതേ ഒരേ കണക്കുള്ള ഒരു ഇതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ചില ആൾക്കാരുടെ ഇതിൽ ജാസ്മിൻ നല്ലൊരു ഗെയിമർ ആയിരിക്കും. പക്ഷെ ഈ ഒരു കാര്യങ്ങളൊക്കെ എങ്ങനെ ന്യായീകരിക്കുമെന്ന് എനിക്കൊന്ന് കണ്ടറിയണം. അത് ഓപ്പൺ ആയിട്ട് പറയാം. ഈവൻ ഞാൻ ചിലപ്പം കമ്മിറ്റഡ് ആയിരിക്കും എന്നും പറഞ്ഞ് ഇവിടെ വന്നു കഴിഞ്ഞാൽ കമ്മിറ്റഡ് ആവാതിരിക്കണമെന്നുണ്ടോ? എന്താണ് അതിനകത്ത് മീൻ ചെയ്യണത്? കുറച്ച് നാൾക്ക് മുന്നേ വെറൈറ്റി മീഡിയയിൽ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരത്തി. അതിനകത്ത് ഇതേപോലെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അതിനകത്ത് മെയിനായിട്ട് പറഞ്ഞത് എനിക്ക് അത്ര പെട്ടെന്നൊന്നും ഒരാളുമായിട്ടൊന്നും അടുക്കാനോ എടുക്കാനോ പറ്റത്തില്ല എന്നൊക്കെയുള്ളൊരു ഡയലോഗ് അടിച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടെ ഒന്ന് കണ്ടുപോകാം. കൊണ്ടുപോകാൻ ആഗ്രഹമുള്ള എന്താണ്? ഞാൻ പണ്ട് തൊട്ടേ എല്ലാവരെയും ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് കുറച്ച് നേരം ഇപ്പം മസ്താൻ എന്നെ കുറച്ച് നേരം എടുത്ത് ഭയങ്കര സ്വീറ്റ് ആയിട്ട് വേണ്ടിയാ എന്തൊരു പാവം കൊച്ചു അങ്ങനെ വിചാരിക്കാം. ഇപ്പം എനിക്ക് ആ ഒരു സാധനം വരുന്നില്ല എന്ന് പറഞ്ഞാൽ ഇപ്പം എൻ്റെ ഉള്ളിലൊരു പേടിയുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ട്രസ്റ്റ് ഇഷ്യൂ എൻ്റെ ഉള്ളിലുണ്ട്. പക്ഷേ അതെനിക്ക് നല്ലവരെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല, ചീത്തയായിട്ടുള്ളവരെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അപ്പം എൻ്റെ പണ്ടത്തെ ആ ഒരു നല്ലവരെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സാധനം എനിക്ക് കൊണ്ടുപോകണം എന്നുണ്ട്. പക്ഷെ ഇപ്പം എല്ലാത്തിനും ഒരു വിറയിലുണ്ട്. കണ്ടപ്പോ തന്നെ വിറക്കുന്നുണ്ട്. മൊത്തത്തില് പേടിച്ചാണോ? അല്ല, പേടിന്നല്ലടാ, ഒരു എന്തോ ഉണ്ടെണ്ണം. ഞാൻ ഭയങ്കര തുള്ളിച്ചാടി നടന്ന ഒരാളാണ്. അപ്പൊ ഞാൻ തുള്ളി ചാടുന്നുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയില്ല. ഇപ്പൊ ഇത്രയും ആൾക്കാരിരിക്കുകയല്ലേ, ഇപ്പൊ ഞാൻ ആരിരുന്നാലും അങ്ങനെ മൈൻഡ് ചെയ്യാതെ എല്ലാവരോട് സംസാരിക്കുന്ന ഒരാളായിരുന്നു. എന്ന് പറഞ്ഞാൽ എനിക്ക് എന്താ പ്രശ്നമൊന്നുമില്ല എന്നുള്ളൊരിതായിരുന്നു. അത് ഞാൻ ഭയങ്കരമായിട്ട് കുറച്ച്. ഇപ്പം എനിക്ക് ഭയങ്കര ഒരു ഇതുണ്ട്, എല്ലാവരും ഇരിക്കുന്നുണ്ടല്ലോ ചുറ്റിനും എന്നുള്ളൊരു സാധനം. ഒറ്റയ്ക്കാണെങ്കിൽ എനിക്കൊരു പ്രശ്നമില്ല, പഴയ ഒരു ഇത് തന്നെ. എന്നെ അത്ര അടുത്തറിയാവുന്നവരാണെങ്കിലും എനിക്ക് കുഴപ്പമില്ല. പക്ഷെ പെട്ടെന്ന് ഒരാളെ കാണുമ്പോഴോ അല്ലെങ്കിൽ 2 ദിവസത്തെ ഒരു പരിചയത്തിൽ എനിക്ക് പറ്റില്ല. പെട്ടെന്ന് എനിക്ക് ഒരാളെ കണ്ടു കഴിഞ്ഞാലോ 2 ദിവസത്തെ പരിചയത്തിലോ എനിക്ക് ഒരിക്കലും പറ്റത്തില്ലെന്ന് നിങ്ങൾ കേട്ടല്ലേ, വ്യക്തമായിട്ട് അതിനകത്ത് പറയുന്നുണ്ട്. അപ്പൊ എന്തായാലും ഗബ്രിയായിട്ട് അവിടെ ചെന്നിട്ട് ഈ പറയുന്ന പോലെ തന്നെ ഒരു 48 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് അവിടെ കോമ്പോ സ്റ്റാർട്ട് ചെയ്യുകയും അവിടെ കടി സ്റ്റാർട്ട് ചെയ്യുകയൊക്കെ ചെയ്തായിരുന്നു. അപ്പൊ ഇതെല്ലാം ഇനി എന്തിന്റെ ഭാഗമാണെന്ന് അറിയത്തില്ല. എന്നിട്ട് ഇപ്പൊ അടിച്ചിരുന്ന ഡയലോഗ് നിങ്ങൾ കേട്ടല്ലേ, ചിലപ്പോൾ ഞാൻ കമ്മിറ്റഡ് ആയിരിക്കും. അപ്പൊ കമ്മിറ്റഡ് ആണെന്ന് ഈവൻ ഞാൻ കമ്മിറ്റഡ് ആണെന്ന് വെച്ചിട്ട് അകത്ത് വന്നു കഴിഞ്ഞാൽ മേ ബി കമ്മിറ്റഡ് ആവാതിരിക്കാൻ സംഭവം ഉണ്ടല്ലേ. ഇപ്പൊ അടിച്ച ഡയലോഗാണത്. എന്താ കഴിഞ്ഞാലും കാര്യങ്ങൾ അത്യാവശ്യം എല്ലാവർക്കും മനസ്സിലായി. കാണിക്കുന്ന ഉടായ്പ പരിപാടികൾ എന്തൊക്കെയാണ്, ഈ റിലേഷൻഷിപ്പിനൊക്കെ എന്ത് വിലയാ കൊടുക്കുന്നതെന്നുള്ള കാര്യം വ്യക്തമായിട്ട് എല്ലാവർക്കും പിടിയിട്ട് കഴിഞ്ഞ് ഇനിയിപ്പം ഇറങ്ങി വന്നിട്ട് ഇനിയിപ്പം കുറെ ഇനി ഡ്രാമയൊക്കെ അടിച്ചിറക്കുമായിരിക്കും. പറഞ്ഞ കണക്ക് അത് ഞാൻ അങ്ങനല്ല ഉദ്ദേശിച്ചതെന്നും എടുത്തേന്നും എന്തൊക്കെ ഉദ്ദേശിച്ചു കഴിഞ്ഞാലും ഇനിയിപ്പം എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ട ആൾക്കാരൊന്നും അത് കേൾക്കാൻ പോലും നിൽക്കത്തില്ല. അവരൊന്നും ഇതിന് തിരിഞ്ഞു പോലും നോക്കത്തില്ല. എനിക്കൊരു എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ ഒരു എന്താ പറയണ്ടേ, അവളുടെ ഭാഗം ക്ലിയർ ചെയ്യാനായിട്ട് ഉള്ളൊരു സ്പേസ് പോലും എനിക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ രീതിയിൽ എന്തായാലും ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വിഷയത്തെ പറ്റിയിട്ട് വ്യക്തമായിട്ട് ജാസ്മിന്റെ വായിൽ തന്നെ പറഞ്ഞതാണ്. നമ്മളെല്ലാവരും വിചാരിച്ച് ലാലേട്ടന്റെ എപ്പിസോഡിൽ ഇനിയിപ്പോ പുള്ളിക്കാരത്തി ഇനിയിപ്പോ വരണ്ടട്ടങ്ങാനും പറഞ്ഞതായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ആയിരിക്കും എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ലാലേട്ടന്റെ എപ്പിസോഡിൽ മാത്രമല്ല,
അത് കഴിഞ്ഞിട്ട് ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഓരോ ദിവസം കൂടുന്തോറും നല്ല രീതിയിൽ പറയുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇന്ന് കുറച്ച് കെട്ടിപ്പിടി രംഗങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. കോമഡി ഇതൊന്നുമല്ല. ജിൻഡോ ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് ഈ ഗബ്രി ഇടിച്ചു കയറിയിട്ടാണ് അവളെ കെട്ടിപ്പിടിക്കുന്നത്. എന്നിട്ട് അവള് പറയുന്നൊരു ഡയലോഗ് ഉണ്ട്, നടുക്ക് കയറി നിന്നിട്ടും നടന്നില്ലല്ലോ അളിയാന്നൊരു ഡയലോഗ്. എന്ത് നാണോമാനം ഉണ്ടോ എന്ന് ആലോചിച്ച് നോക്കണം ഇതൊക്കെ. ഉടനെ കാര്യം അവൻ ഭക്ഷണം കൊണ്ടുവന്ന് കൊടുത്തൊരു കാര്യമാണ്. കാര്യം ജിൻഡോ എന്താണ് നോർമലി ക്യാപ്റ്റൻ ആകുമ്പോഴത്തേക്ക് അവിടെ ഭക്ഷണം കൊണ്ടുവന്ന് കൊടുത്ത്, അപ്പൊ അതിന്റെ കൂടെ അവൻ കയറി പോയേക്കുന്നത്. അവളെ കെട്ടിപ്പിടിക്കാതെ അവനെ ഉറങ്ങാൻ പറ്റുന്നില്ല. അവൻ അവിടെ കൂടെ ചെന്നിട്ട് അവിടെ വന്ന് പറയുന്ന നടുക്ക് കയറി നിന്നിട്ട് നടന്നില്ലല്ലോ അളിയാന്ന്. അപ്പൊ ഇതിനെ പറ്റിയിട്ട് സമ്മറായിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അതൊന്ന് കേട്ടു നോക്കാം. ജിൻഡോയ്ക്കല്ല ഗബ്രിക്കാണ്. അതുകൊണ്ടാണ് ജിൻഡോ ഭക്ഷണം കൊണ്ട് പോയിട്ടും കൂടെ ഗബ്രി കൂടി പോയത്. കാരണം ആ ഭക്ഷണം കഴിച്ചാൽ മാറുന്ന വിശപ്പായിരുന്നില്ല ജാസ്മിൻ ഉണ്ടായത്. ആ വിശപ്പെന്ന് പറയുന്നത് ഗബ്രിയെ കെട്ടിപ്പിടിച്ചാൽ മാത്രമേ മാറുള്ളൂ. ഗബ്രിക്കും തിരിച്ചങ്ങനെയാണ്. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ജിൻഡോ സത്യത്തിൽ വിചാരിച്ചത് നമ്മൾ മനുഷ്യന്മാർ കഴിക്കുന്ന ഭക്ഷണം കൊണ്ട് കൊടുത്താൽ മതി, അപ്പോൾ സ്വാഭാവികമായിട്ടും വിശപ്പ് മാറും കഴിക്കുമ്പോൾ എന്നാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ജാസ്മിൻ ചോദിച്ചല്ലോ, നടുക്ക് കയറി നിന്നിട്ടും കാര്യമില്ലല്ലോ അളിയാ എന്ന്. അതിൻ്റെ പ്രശ്നം എന്താണെന്നറിയോ ജാസ്മിനെ, നമ്മളൊക്കെ വിശക്കുമ്പോൾ കഴിക്കുന്നത് ഭക്ഷണമാണ്, അല്ലാതെ കെട്ടിപ്പിടിച്ചാൽ നമ്മുടെ വിശപ്പ് മാറില്ല. അതുകൊണ്ടായിരിക്കും ജിൻഡോയ്ക്ക് വലിയ താല്പര്യമൊന്നുമില്ല അതിന്. ഞാനൊരു കാര്യം പറയാലോ, പണി ഇരന്ന് വാങ്ങുന്ന കണ്ടസ്റ്റന്റ് ആണ് ജാസ്മിൻ. നിങ്ങൾ ആരും പ്രതീക്ഷിക്കേണ്ട ഇവര് വിക്ടിം കാർഡ് കളിച്ച് സീസണിൽ അങ്ങ് മറ്റേ മല മറിക്കാൻ പോകുന്നു. എന്തൊരു ഉളുപ്പുണ്ട് എന്നും കൂടി നിങ്ങൾ ആലോചിക്കുക. ഈ സപ്പോർട്ട് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ ഇപ്പം, ഈ കോമാളിത്തരം കണ്ടിട്ട് ഗെയിമിനെന്ന ഗെയിം കണ്ടിട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്ത വിഷയമില്ല. പക്ഷെ ഇങ്ങനെയുള്ള കോമാളിത്തരം കണ്ടിട്ട് അതിനെ ന്യായീകരിക്കാനായിട്ട് നിൽക്കരുത്. അവ ഫുഡ് കൊണ്ട് കൊടുക്കാൻ നേരത്തെ അവള് പറഞ്ഞ ഡയലോഗ് കണ്ടില്ലേ, അയാൾ നടുക്ക് കയറി നിന്നിട്ട് ഒത്തില്ലല്ലോ അളിയാന്നുള്ള രീതി. ഈ ജിൻഡോയ്ക്ക് അതിന്റെ ആവശ്യം എന്തോ, ഇവള് കെട്ടിപ്പിടിച്ചാൽ എന്തോ കെട്ടിപ്പിടിച്ചാലും എന്തോ, അവൻ അവിടെ ഗെയിം കളിക്കാനാണ് വന്നേക്കുന്നത്, ഈ കോപ്രായം കാണിക്കാനല്ല വന്നേക്കുന്നത്. കഷ്ടം തന്നെ എന്തായി കഴിഞ്ഞാലും. ഇതിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക.